സുഹൃത്തുക്കളെ, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഈ സമയത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ രോഗങ്ങൾക്ക് എന്ത് ചികിത്സയാണ് നമ്മൾ നാട്ടുവൈദ്യത്തിൽ ചെയ്യാനുള്ളത് എന്നതിനെ പറ്റിയിട്ട് നമുക്ക് ആലോചിക്കാം. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റീഫൈൻഡ് ആയിട്ടുള്ള എല്ലാ എണ്ണകളും ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ശുദ്ധീകരിച്ചിട്ടുള്ള എണ്ണകൾ ഈ രോഗികൾ ഉപയോഗിക്കരുത്. അതുകൂടാതെ എണ്ണ എത്രത്തോളം കമ്മിയാക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. ഞാൻ ഇതിനു മുൻപ് ഹൃദയത്തിൽ വേദന, അതേപോലെ തന്നെ ഹൃദയത്തിലെ മറ്റ് അസുഖങ്ങൾക്ക് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അതിൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള മരുന്ന്, അത് ഞാൻ തന്നെ 15 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. അതുകൂടാതെ എൻ്റെ വീട്ടിലുള്ളവർക്കും കൊടുക്കാറുള്ള ഒരു മരുന്നാണ്. ഹൃദയത്തിൽ വേദന, ഹൃദയത്തിൽ ബ്ലോക്ക് ഇവയ്ക്ക് ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു മരുന്നാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് തഴുതാമ അല്ലെങ്കിൽ പുനർനവ, അതിൻ്റെ ഇല കുറച്ച് ഒരു പിടി, ഒരു 10-15 കറിവേപ്പിൻ്റെ ഇലകൾ, ചെറിയ ഇലകൾ, അതായത് തണ്ടുകളല്ല ഇലകൾ, കുരുമുളക് 3-4 എണ്ണം, ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി. ഈ 4 സാധനങ്ങൾ കൂടി നല്ലപോലെ അരച്ചതിന് ശേഷം നമ്മളത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന ഉടൻ തന്നെ നിൽക്കും. അഞ്ചൈന എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം ഉടൻ തന്നെ നിൽക്കും. ഓപ്പറേഷൻ കൂടാതെ തന്നെ ഹൃദയത്തിലെ ബ്ലോക്കുകൾ മാറ്റാനുള്ള ഒരുപാട് ചികിത്സകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഡോക്ടർ ബിമൽ ചജർ എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട് ന്യൂഡൽഹിയിൽ. അദ്ദേഹം ഒരു കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹം ഒരുവിധ ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ ഹൃദയത്തിലെ ബ്ലോക്ക് മാറ്റാനുള്ള ഡീൻ ഓർണിഷിൻ്റെ ചികിത്സ, ഡോക്ടർ ഡീൻ ഓർണിഷ് എന്ന് പറയുന്നൊരു ഡോക്ടറെ നമുക്കറിയാം. അദ്ദേഹം പറയുന്നത് യാതൊരുവിധ ബൈപ്പാസും അതേപോലെ തന്നെ സർജറിയും കൂടാതെ തന്നെ നമുക്ക് ഹാർട്ടിലെ ബ്ലോക്കുകൾ നമുക്ക് മാറ്റാൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതിയാണ് അവിടെ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കൊച്ചിയിൽ ഹാർട്ട് കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഡോക്ടർ ജോർജ് ഈരാളി, അദ്ദേഹവും ഇതേ രീതിയിലുള്ള ചികിത്സ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഡോക്ടർ കുഞ്ഞാലി എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇടയ്ക്ക് വൈറലായിട്ടുണ്ടായിരുന്നു. കാരണം കാർഡിയോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ഒരുപാട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. 40 വർഷമായിട്ട് കാർഡിയോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, രോഗികൾ വരുന്ന സമയത്ത് ബ്ലോക്ക് ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ചിലർ ഓപ്പറേഷന് തയ്യാറാവും, ചിലർ പറയും സാർ പൈസയൊന്നുമില്ല, എങ്ങനെയെങ്കിലും ഇതിന് മരുന്നിലൂടെ മാറ്റിത്തരണം എന്ന് പറയുന്ന സമയത്ത് അവർക്ക് മരുന്ന് എഴുതി കൊടുക്കും. അതിനുശേഷം അദ്ദേഹം കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഡാറ്റ മുഴുവൻ അദ്ദേഹം പരിശോധിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത്, ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള എല്ലാ രോഗികളും മരിച്ചു, പക്ഷേ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന രോഗികൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ അദ്ദേഹവും ഇതേമാതിരിയുള്ള ചികിത്സ, അതായത് ഹൃദയരോഗങ്ങൾക്ക് മരുന്നില്ലാത്ത ചികിത്സ ചെയ്യുന്നുണ്ട്. ഇന്ന് ഇൻസിഡൻ്റലി ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്റിൽ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം പോയിട്ട് സ്റ്റെൻ്റ് ഇട്ടു. സ്റ്റെൻ്റ് ഇട്ടതിന് ശേഷം കടുത്ത ശ്വാസ തടസ്സവും ഹൃദയത്തിൽ വേദനയായിട്ട് അദ്ദേഹം 4 ഡോക്ടർമാരെ പോയി കണ്ടിട്ടും അദ്ദേഹത്തിന് അതിന് ആശ്വാസം കിട്ടാതെ ഒരു ഗൃഹവൈദ്യത്തിൻ്റെ പോസ്റ്റിൽ അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്, എനിക്ക് ഹൃദയത്തിന് ഒരുപാട് വേദനയുണ്ട്, ശ്വാസവൈഷമ്യമുണ്ട്, ഇതിനെന്തെങ്കിലും മരുന്ന്, പച്ചമരുന്ന് പറയുമോ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് ഇടുന്ന ഒരവസ്ഥ. തീർച്ചയായിട്ടും ഈ രീതിയിൽ സ്റ്റെൻ്റ് ഇട്ടവരും അതേപോലെ തന്നെ ബൈപ്പാസ് ചെയ്തവരും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവരാരും പുറത്ത് പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടമായിട്ടുള്ള കാര്യം. പക്ഷേ ഈ വ്യക്തി സ്റ്റെൻ്റ് ഇട്ടതിന് ശേഷം ഹൃദയത്തിൽ വേദനയും അതേപോലെ തന്നെ വൈഷമ്യമായിട്ട് 4 ഡോക്ടറെ കണ്ടു എന്ന് പറയുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഒട്ടും തന്നെ ആശ്വാസം കിട്ടാതെ അദ്ദേഹം ഗ്രൂപ്പിൽ ഇതിനെന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള ഓപ്പറേഷൻ തുടങ്ങിയവ നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. നാട്ടുവൈദ്യത്തിൽ തന്നെ ഇതിന് മരുന്നില്ലാതെ തന്നെ നമുക്ക് ബ്ലോക്ക് മാറ്റാനുള്ള ഒരുപാട് ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ട്. അതെല്ലാം പോയിട്ട് നമ്മൾ ആ രീതിയിലുള്ള ചികിത്സ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഹാർട്ടിൻ്റെ ബ്ലോക്കിനെ പരിപൂർണമായിട്ടും മാറ്റാൻ സാധിക്കും. ഇതിന് നമുക്ക് നാട്ടുവൈദ്യത്തിൽ അല്ലെങ്കിൽ ഗൃഹവൈദ്യത്തിൽ പറയുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ചികിത്സ എന്ന് പറയുന്നത് അരയാലിൻ്റെ ഇല, പീപ്പിൾ ട്രീ എന്ന് പറയും. അരയാലിൻ്റെ ഇല ഒരു 4-5 എണ്ണം എടുത്തതിന് ശേഷം അതിന് ചെറുതായിട്ട് കീറിയതിന് ശേഷം വെള്ളത്തിലിട്ട് വയ്ക്കുക. വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അടുത്ത ദിവസം ഈ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. കാപ്പി, ചായ തുടങ്ങിയ ഉപയോഗിക്കുന്നതിന് പകരം ഈ ഇല നല്ലപോലെ ചെറുതായിട്ട് നുറുക്കിയതിന് ശേഷം അത് നമ്മൾക്ക് വെള്ളം വെച്ച് കുടിക്കുകയാണെങ്കിൽ ജീവിതകാലത്തിൽ ഒരിക്കലും നമുക്ക് ഹൃദയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് നാട്ടുവൈദ്യം അല്ലെങ്കിൽ ഗൃഹവൈദ്യം പറയുന്നു. അരയാലിൻ്റെ ഇല നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഹൃദയത്തിൻ്റെ ഷേപ്പാണ്. അതുകൂടാതെ ഇതിൽ
ഹാർട്ടിലെ ബ്ലോക്കിനെ മാറ്റാനുള്ള പല കാര്യങ്ങളുമുണ്ട് എന്ന് നമ്മുടെ ആയുർവേദം പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള ചികിത്സാ സംവിധാനം നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. അരയാലിൻ്റെ ഇല നമ്മൾ പിച്ചിക്കീറി വെള്ളത്തിലിട്ടതിന് ശേഷം ഒരു മൺപാത്രത്തിലിട്ടതിന് ശേഷം അതിൽ വെള്ളം ഒഴിക്കുക, എന്നിട്ട് രാവിലെ ആ വെള്ളം കുടിക്കുക. അത് ശീത കഷായമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കാപ്പി ചായ ഉപയോഗിക്കുന്നതിന് പകരം ഈ അരയാലിൻ്റെ ഇല 4-5 എണ്ണം ചെറുതായിട്ട് നുറുക്കിയതിന് ശേഷം അതിട്ട് തിളപ്പിച്ച് കുടിക്കുക. ഡൽഹിയിലെ സുപ്രസിദ്ധനായിട്ടുള്ള ഒരു വൈദ്യൻ, അദ്ദേഹത്തിന് ഏകദേശം 94 വയസ്സുണ്ട്. അദ്ദേഹം പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് ദിവസവും 3 നേരം ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, വലിയ ഉള്ളിയാകാം അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാകാം, ഈ 3 സാധനങ്ങൾ, വെളുത്തുള്ളി, ഇഞ്ചി, വലിയുള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി, ഇത് രണ്ടിലേതെങ്കിലും എടുക്കാം. ഈ 3 സാധനങ്ങളും കുറേശ്ശെ എടുത്തതിന് ശേഷം, അതായത് എല്ലാം കൂടിയിട്ട് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ ആ രീതിയിൽ നമ്മൾ അരച്ചതിന് ശേഷം 3 നേരം നമ്മൾ ഇത് വെള്ളത്തിൽ കലക്കി നമ്മൾ കുടിക്കുകയാണെങ്കിൽ ജീവിതകാലത്തിൽ ഒരിക്കലും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം ഉറപ്പോടുകൂടി പറയുന്നു. പക്ഷേ ഒരു കാര്യം, ഈ സാധനം നല്ലപോലെ അരച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലർത്തിയതിന് ശേഷം അല്പം ചൂടുള്ള വെള്ളമായിരിക്കണം, കൂടുതൽ ചൂട് പാടില്ല. ഈ വെള്ളം നമ്മൾ അരമണിക്കൂർ കൊണ്ട് നമ്മൾ കുടിച്ചു ചേർക്കണം. അതായത് പെട്ടെന്ന് ഇങ്ങനെ കഴിക്കരുത്, വളരെ പതുക്കെ നമ്മുടെ സലൈവയോടുകൂടി അത് കൂട്ടിയതിന് ശേഷം ഈ വെള്ളം നമ്മൾക്ക് കുടിക്കുകയാണെങ്കിൽ ജീവിതകാലത്ത് ഒരിക്കലും ബ്ലോക്ക് തുടങ്ങിയവ ഉണ്ടാവില്ല, ഹൃദയത്തിന് വലിയ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറയുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുൻപ് ഈ രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിക്കുന്നതും അറിയുന്നതും വളരെ നല്ലതാണ്. കാരണം പലർക്കും ഒരു പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ബൈപ്പാസ് ചെയ്തു കഴിഞ്ഞാലും അത് വീണ്ടും ചെയ്യേണ്ട ഒരവസ്ഥ വരാറുണ്ട്. കാരണം 1-2 വർഷത്തിന് ശേഷം വീണ്ടും വെട്ടി തുറന്ന് ഈ ഹൃദയമെല്ലാം മുറിച്ച് അതിന് വീണ്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടുള്ള ഒരുപാട് അവസ്ഥകൾ വരാറുണ്ട്. അതുകൂടാതെ ഇത് ചെയ്ത രോഗി ജീവിതകാലം മുഴുവൻ പിന്നീട് മരുന്നുകളായിട്ട് കഴിയേണ്ടി വരും. ഒരു മരുന്ന് കഴിക്കുന്ന സമയത്ത് അതിന് അനുബന്ധമായി മറ്റ് പല പ്രശ്നങ്ങളും വരും. അലോപ്പതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓപ്പറേഷന് വളരെ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. പക്ഷേ രോഗങ്ങളെ മാറ്റാൻ അലോപ്പതിക്ക് പകരം നിങ്ങൾ ആയുർവേദ, യോഗ, സിദ്ധ, ഹോമിയോ, യുനാനി തുടങ്ങിയ ചികിത്സാ സമ്പ്രദായങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഒരു രോഗവുമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. അതുകൂടാതെ ഇതിന് ഒട്ടും തന്നെ പണച്ചെലവില്ല, ഒട്ടും തന്നെ നിങ്ങൾക്ക് പണച്ചെലവോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഇല്ലാതെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മാറ്റാനുള്ള എല്ലാ ചികിത്സാ രീതികളും ആയുഷ് സമ്പ്രദായങ്ങളിലുണ്ട്. അതിനാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആയുഷ് സമ്പ്രദായങ്ങളെ അഭയം പ്രാപിക്കുക. എല്ലാ തരത്തിലുള്ള നോൺ വെജിറ്റേറിയൻ ഫുഡുകളും, പാല്, മുട്ട തുടങ്ങിയ മാംസം, മീനുകൾ തുടങ്ങിയവയും നിങ്ങൾ പരിപൂർണമായും നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക. പരിപൂർണമായിട്ടും നിങ്ങൾ വെജിറ്റേറിയൻ ആവുക. ഇതാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ പോകുന്നവരും ഉണ്ടായിട്ടുള്ളവരും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഹൃദയത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ നിങ്ങൾക്ക് പരിപൂർണമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. നമ്മുടെ ഭക്ഷണത്തിൽ എണ്ണ പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുന്ന ഒരു സമ്പ്രദായം, അതായത് 0 ഫാറ്റ് ഡയറ്റ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം തന്നെ നമ്മുടെ വെസ്റ്റേൺ മെഡിസിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഇതിന് വളരെ ഗുണകരമാണ്. കാരണം മനുഷ്യനൊഴിച്ച് ബാക്കിയുള്ള ഒരു ജീവികളും എണ്ണ ഉപയോഗിക്കാറില്ല. മനുഷ്യൻ മാത്രമേ എണ്ണ ഉപയോഗിക്കാവൂ. ബാക്കിയുള്ള ജീവികൾക്ക് അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് കൊഴുപ്പ് കിട്ടുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ മാത്രം എണ്ണ വേർതിരിച്ചെടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പ്രകൃതി ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. നമുക്ക് ഫാറ്റ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നാളികേരം കഴിച്ചിട്ട് നമുക്ക് ഫാറ്റ് എടുക്കാം. അതേപോലെ തന്നെ നിലക്കടല, അങ്ങനത്തുള്ള സാധനങ്ങളെല്ലാം കഴിച്ചിട്ട് നമുക്ക് ഫാറ്റ് എടുക്കാം. പക്ഷേ ഈ ഫാറ്റ് അല്ലെങ്കിൽ എണ്ണ ഇതിന് വേർതിരിച്ച് നമ്മുടെ ഭക്ഷണത്തിൽ ചേർത്തുന്നത് തീർത്തും ശരിയല്ല എന്നാണ് പ്രകൃതി ചികിത്സ പറയുന്നത്. അതുതന്നെയാണ് ശരി എന്ന് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് ബോധ്യമുണ്ട്. അതിനാൽ സുഹൃത്തുക്കളെ, ഓപ്പറേഷന് പോകുന്നതിന് പകരം നിങ്ങൾ ഈ രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുക. മരുന്നില്ലാതെ ഹാർട്ടിന് ബ്ലോക്ക് മാറ്റാനുള്ള ഒരുപാട് ചികിത്സാ സമ്പ്രദായങ്ങൾ നമ്മുടെ ആയുഷ് ചികിത്സാ സമ്പ്രദായങ്ങളിലുണ്ട്. അവയെപ്പറ്റി നിങ്ങൾ കൂടുതൽ അന്വേഷിക്കുക, കൂടുതൽ റിസർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ധനവും നിങ്ങളുടെ ജീവനും രക്ഷിക്കാൻ വേണ്ടി ഇത്തരം ചികിത്സാ സമ്പ്രദായങ്ങളിൽ മാത്രം നിങ്ങൾ അഭയം തേടുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.